ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? നോമ്പൊക്കെ എങ്ങനെ പോണ്? അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു. അപ്പോൾ ഇത് നമ്മുടെ ഇന്ന് ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വ്ലോഗ് വീഡിയോ ആയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ നോമ്പ് തുറൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കണ്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൊണ്ടു കേട്ടോ. ആദ്യം തന്നെ ബീഫിൻ്റെ പണിയാണ് കഴിച്ചു വെക്കാൻ വിചാരിച്ചു കേട്ടോ. അതാകുമ്പോൾ എന്താ പറയുക, ഞാൻ അടുപ്പത്ത് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അതാകുമ്പോൾ അവിടെ കിടന്ന് ഇങ്ങനെ ആക്കം പോലെ തിളച്ച് വെന്തോളും. കുക്കറിൽ വെച്ചാൽ നമുക്ക് വെള്ളം വറ്റുമോ, അതിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ വിസിലടിക്കണേക്കാളിലൊക്കെ നല്ലത് അടുപ്പത്ത് വെച്ച് വേവിക്കൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വേണമല്ലോ. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് ഞാൻ എന്തായാലും അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഇതവിടെ കിടന്നിട്ട് അങ്ങനെ തിളക്കട്ടെ. അടുക്കുന്ന ഒന്ന് തീയുണ്ടോ കത്തനുണ്ടോ ഒക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മുടെ കുടി നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ അടുപ്പത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് അടുപ്പത്ത് കിടന്ന് വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. കാരണം നമ്മൾ ബീഫ് ഇച്ചിരി എടുക്കണമല്ലോ കേട്ടോ. കാരണം വേവിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസമാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കാരണം ഒക്കെ കൂടെ വെച്ചിട്ട് ഫുഡ് നാശാക്കി കളയുന്നേക്കാളും നല്ലത് നമുക്ക് ആവശ്യത്തിനനുസരണം എടുത്തിട്ട് വെക്കല്ലേ നല്ലത്. അപ്പോൾ കുറച്ച് കിഴങ്ങും ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ വെക്കുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കണം. കാരണം നമുക്ക് കാണുമ്പോൾ അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, അതേപോലെ ആ ജ്യൂസ് വെള്ളം കുടിക്കണം, പല ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ നോമ്പ് തുറന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ തന്നെ നമുക്കെല്ലാം മതിയാവും. അങ്ങനെ ഇപ്പോൾ ഉള്ളിയും കിഴങ്ങൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ബീഫിൽ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ ഇച്ചിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ചുടുവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വെന്ത് വരട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചത് ഇടുന്നൊരു വീഡിയോ ക്ലിപ്പ് അതെനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും ഇട്ടില്ല എന്ന് ആരും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ബീഫ് അതിൽ നിന്ന് മാറ്റി വെച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരൊറ്റ വിസിലൊന്ന് വേവിക്കാം കേട്ടോ. ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിക്കണേ. എന്നാലും ആ കിഴങ്ങും ഒക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കിടന്ന് യോജിക്കണമല്ലോ. അപ്പോൾ ഒരൊറ്റ വിസിൽ ഒന്ന് അടുപ്പിച്ച് എടുക്കാം കേട്ടോ. വെള്ളത്തിൽ ഉപ്പിട്ടിക്കണോ? കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ബാക്കി ഇല്ലാതെ എന്നിട്ട് കുറച്ച് ബാക്കി പത്തിരി ഇല്ലാണ്ട് കുറച്ച് മതിയാണ് ഉപ്പിട്ട് കേട്ടോ. തിളക്കാൻ വയ്ക്കണേ. അതിന് കട്ടിയത് അറിയോ? ഇതൊന്നും തിളങ്ങും. ഇതിൽ കൂടെ പൊടിയിട്ട് വെട്ടിയാൽ മതി. മറ്റേ പത്തിരി ഇങ്ങനെ കുറച്ച് ചൂടാക്കാൻ നിൽക്കണ്ട. പൊടിയായിട്ടാണോ ഇതാക്കാം. പുറത്തേക്ക് ഈ പൊടി വയ്ക്കുമ്പോഴത്തേന് സമൂസയ്ക്കുള്ള മസാല ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ തന്നെ ഉണ്ടാക്കിയ സമൂസ നല്ല ബാക്കിയില്ലേ ഒന്ന് കുറച്ച്
ഇതായി കഴിയാം. കഴിഞ്ഞ ആഴ്ച മസാല ഇടുന്ന ചൂടാറുമ്പോഴത്തേനും ചോറും കഴിയാവല്ലേ. ചോറൊക്കെ റെഡി. ഇനി എന്താ അടുത്ത പണി? കറിയായി, പത്തി ചൂടണം, ചോറായി. ഇനി തരി ഉണ്ടാക്കണ്ടേ? എല്ലാ പണികളും നേരത്തെ ഒപ്പം കഴിഞ്ഞിട്ടില്ലെങ്കിലേ നോൽമ്പ് തുറക്കോളം എല്ലാം എടുക്കാൻ വയ്ക്കും. അവൾ പറഞ്ഞാൽ പിന്നെ അങ്ങനെ വയ്ക്കൂല. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാ പണികളും കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തിരുന്നോടെ. അങ്ങനെ ചോറും തുണികളുടെ പണി ഉണ്ടാക്കണം, തരി ഉണ്ടാക്കുക, പിന്നെ ജ്യൂസ് എന്തെങ്കിലും അടിക്കണം, പിന്നെ പിരച്ചക്ക് എന്തെങ്കിലും തളിപ്പില്ല ചിരങ്ങണ്ട് തളിച്ച എന്തായാലും തിരി പത്തി പതായോ. വെജിറ്റബിൾ സമൂസ കുടുംബശ്രീ ഇപ്പോൾ 10 മണിക്കല്ലേ? അതറിയാതെ പോയില്ലേ? ഇല്ല 3 5 ഉരുള. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി കോഫി ഷേക്ക് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഭിപ്രായങ്ങളൊക്കെ ഒരു വീട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കോളൂ കേട്ടോ. സമോസ പൊരിച്ചു, നമ്മുടെ ബീഫ് കറി, അങ്ങനെ ചോറും